ഭരതനാട്യമായിട്ട് യാതൊരു ബന്ധവും ഈ സിനിമയ്ക്കില്ല. എന്നാൽ മൊത്തത്തിലൊരു ഭരതനാട്യമാണ് പടം. അബ്രാം ചേട്ടാ പറയൂ, എന്താണ് ഇതിലെ വേഷം? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്ന ചത്തേനെ. സൈജേട്ടൻ പ്രൊഡ്യൂസർ ആണെന്ന് നമുക്ക് ഈ എഴുത്തിൽ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. സൈജ് നേരത്തെ പറയണ്ടായിരുന്നു, ഞാൻ പോലും ഇടയ്ക്കാണ് ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ പ്രൊഡ്യൂസർ ആണല്ലോ എന്ന്. തലുമാലയിൽ കണ്ട അടിപിടി ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുമോ? അയ്യോ എന്നെ കൊണ്ട് ആക്ച്വലി ആ ഫൈറ്റിന് തൊട്ട് മുമ്പത്തെ ഫൈറ്റിൽ തന്നെ എന്റെ ലിഗമെന്റ് പൊട്ടി കാലിന്റെ. അതുകൊണ്ട് അധികം അടി കൊള്ളേണ്ടി വന്നു. അതുകൊണ്ട് അധികം അടി കൊള്ളേണ്ടി വന്നില്ല. പിന്നെ കൃഷ്ണദാസ് വിളിച്ചു, ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ വന്നപ്പോഴേക്കും കഥാപാത്രം മാറിയായിരുന്നു, വേറൊരു കഥാപാത്രമായിട്ട് മാറി. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അന്ന് പറഞ്ഞതും ഇതാ. പിന്നെ എനിക്കത് ഓക്കെ ആയിരുന്നു. ഇതിലുള്ള സിനിമകളിൽ ഏതെങ്കിലും പാട്ടൊക്കെ ഒന്ന് പ്ലേ ബാക്ക് സിംഗിങ് ട്രൈ ചെയ്തുകൂടെ? അന്ന് നോക്കാം, ആഗ്രഹമൊക്കെ ഉണ്ട്. വിളിച്ചാൽ പാടും. സൈച്ചേട്ടൻ ചോദിക്കും, ഇതിനകത്ത് എന്തുകൊണ്ട് സൈച്ചേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചില്ല? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ, അവർക്കുണ്ടാവില്ല, അവരെ ആഗ്രഹം ഉണ്ടാവില്ലേ. ഹലോ, നമസ്തേ ആൻഡ് വെൽക്കം ടു മോളിവുഡ് മിക്സ്. ഈ വരുന്ന ഓഗസ്റ്റ് 23 ഇറങ്ങാൻ പോകുന്ന ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ദിവ്യ ചേച്ചിയുണ്ട്, അബ്രാം ചേട്ടനുണ്ട് ആൻഡ് സ്വാതി ചേട്ടൻ. ഹായ് ഹായ്, വെൽക്കം ടു മോളിവുഡ് മിക്സ്, 3 of you. താങ്ക് യു. അപ്പോൾ ഭരതനാട്യമായിട്ട് വരികയാണ്. സോ ഫസ്റ്റ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നു, സൈച്ചേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസർ ആകാൻ പോവുകയാണ്. ഭരതനാട്യം എന്നൊക്കെ ഉള്ളത് കേട്ടപ്പോൾ നമ്മളോർത്തൊക്കെ കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പടമാണോ എന്ന് തോന്നി. ഭയങ്കര കല ആ രീതിയിലൊക്കെ പോകുന്നത്. ഈ ട്രെയിലർ കണ്ടപ്പം ആകെ മൊത്തം ഒരു വീട്ടിൽ നടക്കുന്ന എന്തൊക്കെയോ പുകയാണ് സംഭവം. Let me begin. Ladies first. ചേച്ചി പറയൂ. ഭരതനാട്യമായിട്ട് യാതൊരു ബന്ധവും ഈ സിനിമയ്ക്കില്ല. എന്നാൽ മൊത്തത്തിലൊരു ഭരതനാട്യമാണ് പടം. അതെ, കുറച്ചും കൂടെ ഒന്ന് വിശകലനം ചെയ്താൽ. നമ്മുടെ ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെ അത് നോക്കിക്കാണുന്നത്, പുറമെ വീടിന്റെ പുറത്തുള്ള ആൾക്കാർ അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറെ കോലാഹലങ്ങള്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ മലയാളികൾക്ക് എസ്പെഷ്യലി ഉള്ളൊരു തോട്ടാണല്ലോ, നാട്ടുകാരെന്ത് പറയും. എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അമ്മയൊക്കെ കുഞ്ഞിലെ മുതലേ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം, അങ്ങനെ ചെയ്യില്ല, നാട്ടുകാരെന്ത് പറയും. ഇത് കേട്ടാ ഞാനൊക്കെ വളർന്നേക്കുന്ന അങ്ങനെയാ. ഇപ്പോഴും നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഇത് തന്നെ പറയണേ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അതിനെ എല്ലാത്തിനെയും ടച്ച് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഭരതനാട്യം എന്ന് പറഞ്ഞ മൂവി. ദിവ്യ ചേച്ചി റൈറ്റ് നൗ ആസ് എ പേഴ്സൺ ഇപ്പോൾ എങ്ങനെയാണ്? ഈ അമ്മ പണ്ട് വളർത്തിയ നാട്ടുകാരെന്ത് പറയും ആ ഒരു ഇതിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? നമ്മള് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അതൊക്കെ കേട്ടിരുന്നു. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ആരെന്ത് പറഞ്ഞാൽ എന്ത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാ. ഞാനൊക്കെ പണ്ടേ ആറ്റിറ്റ്യൂഡ് സമാധാനം ഉണ്ടെന്ന്. ഓക്കെ, അബ്രാം ചേട്ടാ പറയൂ, എന്താണ് ഇതിലെ വേഷം? ഷർട്ടുമായിരുന്നു വേഷം. അത് ഞാൻ ട്രെയിലറിൽ കണ്ടിരുന്നു. ഇപ്പോഴും മുണ്ടും ഷർട്ടുമാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് മുണ്ടും ഷർട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, നാടൻ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്തരത്തിൽ ഒരു ത്രൂ ഔട്ട് കുറച്ച് സ്ക്രീൻ സ്പേസ് ഒക്കെ ഉള്ള ഒരു മൂവി ഇത് ആദ്യമായിട്ടാണ്. ഭരതനാട്യത്തിലാണ് അങ്ങനത്തെ ഒരു ഞാൻ അതുകൊണ്ട് നമ്മൾ ഒരു പഴയകാല മലയാള സിനിമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് സിനിമയുടെ. പക്ഷെ ഒരു പുതിയ കഥയാണ്, ഇതുവരെ പറയാത്തൊരു കഥയാണ്. ഹ്യൂമർ ഉണ്ട്, എല്ലാ തരം സിറ്റുവേഷൻ ഉണ്ട്. ഇവരുടെ കുടുംബത്തിലാണ്, ഇവരൊക്കെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഞാൻ പുറത്തുള്ള ഒരു വഴിപോക്കനാണ്. അങ്ങനെ ആണ്. അതേപോലെ പുറമേയുള്ള ആൾക്കാർക്ക് നമ്മുടെ കുടുംബത്തിൽ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിലൊരാളാണ് ഇത്. അപ്പൊ എന്താണുള്ളത് എന്ന് 23 നമുക്ക് കണ്ടറിയാം. അല്ല, ഒരു കാര്യം പറയട്ടെ, ത്രൂ ഔട്ട് ഇത്രയും നല്ലൊരു വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനടുത്ത് ഡിസഗ്രി ചെയ്യും. ബിക്കോസ് യു ആർ വൺ അമോങ് ദ മഞ്ഞുമൽ ബോയ്. ഓഫ് കോഴ്സ്. അല്ല, പക്ഷെ അതിനകത്ത് വേറെ കോസ്റ്റ്യൂം വരുന്നില്ല. ഞാൻ പോവാ. അല്ല, പക്ഷെ അതിൽ കണ്ട അഭിരാമല്ല ഭരതനാട്യത്തില്, അല്ലേ? അത് വേറെ ക്യാരക്ടറാ രണ്ടും. വേറെ ഏജ് ഗ്രൂപ്പ്. മഞ്ഞുമൽ ബോയ്സിൽ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് 26 വയസ്സാന്നാ. എത്ര വയസ്സാണ് അവർക്കോ? അവർക്ക് 38-39 വയസ്സുണ്ടാവും. ഞാൻ ലേറ്റ് 20s എന്നല്ല ചേട്ടാ. ഞാൻ മാത്രല്ല, സൗഭ്യൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. അതെ, 26 വയസ്സ്. എല്ലാവരും ചെറുപ്പക്കാരാ. ഈ ഇന്റർവ്യൂ അവര് കണ്ടിട്ട് വിളിക്കും. ഇത് എന്റെ ഭരതനാട്യത്തിൽ എന്റെ പ്രായം എന്റെ അങ്ങനെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്. ഏർലി 30s ഒരു 30-35 അത് കൂടില്ല. ഓക്കെ, സ്വാതി ചേട്ടനെ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് കാണുന്നത്. തല്ലുമാലയിലാണ് ഞാൻ
ശ്രദ്ധിക്കുന്നത് ഓക്കെ ദിസ് പേഴ്സൺ എല്ലാരും തല്ല ഞാനും ഓക്കെ. അപ്പം അതിനകത്ത് എന്റെ ഏറ്റവും ഐ ക്യാച്ച് ചെയ്ത സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്യൂം ഭയങ്കര രസമായിരുന്നു. ബട്ട് ഇൻ റിയൽ ലൈഫ് നോക്കിയപ്പോൾ ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് യുവർ ഔട്ട്ഫിറ്റ് ടുഡേ. അപ്പം ഇതിലെ എന്താണ് ഇതിലെ വേഷം സംഭവം ഒക്കെ പറയൂ. ഇതിലൊരു നാടൻ പയ്യനായിട്ട് തോന്നി. അതെ അതെ, നാടൻ പയ്യൻ ആണ് ഞാൻ. സൈജു ചേട്ടന്റെ അളിയൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കും ഭയങ്കര ഇപ്പം അങ്ങനത്തെ ഒരു പടം ചെയ്തിട്ട് നമുക്ക് അത് ഓക്കെ, അത് എസ്റ്റാബ്ലിഷ് ആയി. അങ്ങനത്തെ ഒരു ഹിപ്പ് ഹോപ്പ് പരിപാടിയും ഒക്കെ വരുന്ന ഒരു, അപ്പം അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് ഭയങ്കര നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള പോലത്തെ ക്യാരക്ടർ അങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇതിൽ വന്നത്. അപ്പോൾ അത് നല്ലൊരു ക്യാരക്ടറാണ്, നല്ല ടീമിൻ്റെ കൂടെയാണ്. ദാസനെ അതിൻ്റെ ഡയറക്ടർ എനിക്ക് മുമ്പേ അറിയാം. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയുള്ള പരിചയം, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ സിനിമയിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ കണ്ട് അതിൽ നിന്ന് നമ്മൾ ഒരുമിച്ചൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ അഭിചേട്ടൻ, ചേച്ചി, എല്ലാവരും കൂടെ. അഭിചേട്ടനോട് മുമ്പ് വർക്ക് ചെയ്യുന്ന ചേച്ചിയോട് ആദ്യമായിട്ടാണ്. സായികുമാർ സാറുണ്ട്. അങ്ങനെ ഒരുപാട് ലെജൻസും നമ്മുടെ കൂടെ ഉള്ളവരും പിയേഴ്സും എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഗംഭീരമായിരുന്നു. എനിക്ക് ചേട്ടനൊരു വലിയൊരു ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നത് തല്ലുമാലയിലെ ക്യാരക്ടറിൽ നിന്നും അതിലെ അപ്പിയറൻസിൽ നിന്നും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഭരതനാട്യത്തില്. എന്താ ക്യാരക്ടറിനെ? എൻ്റെ ക്യാരക്ടർ നെയിം ഗോപൻ. ഗോപൻ, ഓക്കെ. അപ്പം ഇതിനകത്ത് ഗോപൻ ഇസ് ടു ഡിഫറെന്റ് അല്ലെ, രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നത്. അപ്പം ആസ് എൻ ആക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ ബിഗ് സ്ക്രീനിൽ പോർട്രേ ചെയ്യാൻ പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിംഗ് ആണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആക്ടറിന്റെ പല പോസിബിലിറ്റി. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിലേക്ക് നമ്മൾ സെറ്റായി പോവാതിരിക്കുക എന്നുള്ളതാണ്. എത്രയും വൈഡായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതല്ല. അതൊരു ഭാഗ്യമാണ്. സൈജു ചേട്ടൻ ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട് ചേച്ചി? സൈജു ചേട്ടൻ പ്രൊഡ്യൂസർ ആണെന്ന് നമുക്ക് ഈ എഴുത്തിൽ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. അതായത് ആള് ആ പ്രൊഡ്യൂസറിന്റെ ഒരു പുള്ളി നമ്മുടെ ഒപ്പമുള്ള ഒരാളാണ്. സെറ്റിൽ വന്നിരുന്നാൽ ഒരു പ്രൊഡ്യൂസറിന്റെ വെപ്രാളമോ അല്ലെങ്കിൽ ടൈം ലേറ്റ് ആവുന്നു അല്ലെങ്കിൽ എത്രയും നിങ്ങൾ എടുത്തോ ഷൂട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതുമില്ല. ആള് നമ്മളുടെ ഒപ്പം തന്നെ. സൈജു നേരത്തെ പറയണ്ടായിരുന്നു, ഞാൻ പോലും ഇടയ്ക്കാണ് ചിന്തിക്കുന്നത് അയ്യോ ഞാൻ പ്രൊഡ്യൂസർ ആണല്ലോ എന്ന്. കാരണം അങ്ങനെയാണ് പ്രൊഡ്യൂസറിന്റെ ഒരു രീതിയിലുള്ള ഇന്റർഫിയറൻസും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മളോടൊക്കെ ഭയങ്കര പുള്ളി എല്ലാവർക്കും അറിയാലോ ജെന്റിൽമാൻ ആണ്. അല്ല പ്രൊഡ്യൂസർ ആയത് പൈസ കൃത്യമായിട്ട് കൃത്യമായിട്ട് തന്നു. കറക്റ്റ് ആയിരുന്നു. അതെ, എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഒരു പൈസ കറക്റ്റ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. എല്ലാ രീതിയിലും ട്രീറ്റ്മെന്റ് ഓരോ ആർട്ടിസ്റ്റിനെയും ഓരോ ടെക്നീഷ്യൻസിനെയും എല്ലാം ട്രീറ്റ് ചെയ്തത് എല്ലാവരും റെസ്പെക്ട് ഫുൾ ആയിട്ടാണ് എല്ലാവരോടും ഇടപഴകിയത്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ആർട്ടിസ്റ്റ് അതെല്ലാം നമുക്ക് ഒത്തിരി എൻകറേജ്മെന്റ് ആണ്. ഒരു മൂവി നന്നായി ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ഘടകം അതൊക്കെ തന്നെയാണ് അല്ലേ? ഇനിയൊരു ടഫ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. അല്ലല്ലോ കഴിയില്ലോ. അപ്പൊ ഞാൻ ചുമ്മാ ചോദിക്കാം കേട്ടോ. സൈജു കുരു ആസ് എൻ ആക്ടർ ഓർ എ പ്രൊഡ്യൂസർ, രണ്ട് വാക്ക് പറയൂ. രണ്ടും നമുക്ക് ആവശ്യമാണ്. അതെ, ഇനി പടങ്ങൾ ചെയ്യട്ടെ. മലയാള സിനിമയിൽ ഇനി ധാരാളം പടങ്ങൾ ചെയ്യട്ടെ പ്രൊഡ്യൂസർ. ഈ പടം ഒരു നല്ലൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും അദ്ദേഹത്തിന്റെ രണ്ട് കരിയറിലും. ഐ മീൻ ആക്ടിങ് കരിയറിലും പ്രൊഡക്ഷൻ്റെ ഏരിയയിലാണെങ്കിലും മേ ബി ലൈക്ക് അതൊരു സാധ്യത ഉണ്ട്. പിന്നെ സൈജോട്ടിന് എല്ലാ വർഷങ്ങളായിട്ട് മലയാള സിനിമയിലുള്ള ഓൾറെഡി ആക്ടർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എല്ലാ തരത്തിലും സൈജോട്ടിൻ്റെ ഒരു പരിപാടിയിൽ നമ്മളെയൊക്കെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. സോ എങ്ങനെയാണ് സ്വാതിച്ചേട്ടൻ ഈ പടത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു? ഒരു വാട്സാപ്പ് കഥയാണ് അതിന്റെ പുറകിലുള്ളത്. ഇനി അഭിചേട്ടൻ പറയൂ, ഹൗ ഡിഡ് യു കം ടു ഭരതനാട്യം? എന്നെ വിളിക്കുന്നത് ജിതേഷ് ചേട്ടനാണ്, ഇതിൻ്റെ കൺട്രോളർ. ഇങ്ങനെ പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്, സൈജു ചേട്ടൻ ആണ്. പിന്നെ കൃഷ്ണദാസ് വിളിച്ചു, അതിൻ്റെ കഥ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ വന്നപ്പോഴേക്കും കഥാപാത്രം മാറിയായിരുന്നു, വേറൊരു കഥാപാത്രമായിട്ട് മാറി. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അന്ന് പറഞ്ഞതും ഇതോ. അപ്പം പിന്നെ എനിക്കത് ഓക്കെ ആയിരുന്നു. സ്വാതിച്ചേട്ടൻ തലുമാലയിൽ കണ്ട അടിപിടി ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുമോ? അയ്യോ അയ്യ അല്ല അതിനകത്ത് എനിക്ക് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സീൻ ആ തിയേറ്ററിൽ നടക്കണ ഒരു ഇടിയില്ലേ, അത് നിങ്ങൾ സിംഗിൾ ഷോട്ട് ഷൂട്ട് ചെയ്ത സംഭവല്ലേ? ആ കറങ്ങുന്ന സാധനം സിംഗിൾ ഉണ്ട്, പിന്നെ എല്ലാം കട്ട്സും പരിപാടി എല്ലാം ഉണ്ട്. അതിനകത്ത് ശരിക്കും എന്തെങ്കിലും അടിയൊക്കെ കൊണ്ടിരുന്നോ നിങ്ങൾക്ക്? കൊടുത്തിരുന്നു? അതില് ആക്ച്വലി ആ ഫൈറ്റിന് തൊട്ട് മുമ്പത്തെ ഫൈറ്റിൽ തന്നെ എന്റെ ലിഗമെന്റ് പൊട്ടി കാലിന്റെ. അതുകൊണ്ട് അധികം അടി കൊള്ളേണ്ടി വന്നു. അതുകൊണ്ട് അടി കൊള്ളേണ്ടി വന്നു. അതിനകത്തില്ലേ ശ്രീനിവാസനെ പോലെ ആദ്യം കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കി.
അടികൊള്ളല് കുറച്ച് കുറഞ്ഞു. പക്ഷെ എന്തായാലും ഇപ്പൊ ക്ലോസ് വെക്കുമ്പോൾ ഞാൻ തന്നെ ചെന്ന് നിൽക്കണം. അപ്പൊ എനിക്ക് ഈ കാലൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ നിന്ന് പഞ്ച് ചെയ്യുന്ന ബോക്സിംഗ് പരിപാടികൾ മാക്സിമം പിടിച്ചിട്ട് അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത്. ഷൈനും ആയില്ലല്ലോ പരിക്ക് പറ്റിയ തല്ലുമലല്ലേ? ആ തല്ലുമലയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ്. പക്ഷെ തല്ലുമലല്ല, അല്ല കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, ഞാൻ അഭിചേട്ടൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാനായിട്ട് വൺ ഓഫ് ദ മഞ്ഞുമ്മൽ ബോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞുമ്മൽ ബോയ് ആ ചോദ്യം അയച്ചത് ഞാൻ നോക്കട്ടെ കേട്ടോ. ചന്തു ചന്തു ഓക്കെ മാത്രം അയച്ചിട്ടുള്ളേ, വേഗം അയക്കാൻ ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ ഇങ്ങനെ അഭിചേട്ടന് ഇന്റർവ്യൂ ഉണ്ട്, ഒരു ചോദ്യം ചോദിച്ചപ്പോ ഓ ഞാൻ ചുമ്മാ ചോദിച്ചാൽ മതിയോ? ആ ചുമ്മാ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ അവിടെ വോയിസ് പ്ലേ ആക്കാന്ന് പറഞ്ഞു. ഓക്കെ അയച്ചിട്ടുണ്ട്, വേഗം വരട്ടെ, ചോദ്യം വരട്ടെ. ഓക്കെയാണ് അവന്റെ ചോദ്യം. അല്ല ചോദ്യം ഇപ്പൊ വരും. സോ ചേച്ചിക്ക് അറിയാലോ, ഇവർ രണ്ടാളും ഗംഭീര പാട്ടുകാരാണ്. നമുക്ക് എന്തായാലും എൻ്റെ അടുത്ത് ഒരു വളരെ ഷോർട്ട് ഇന്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നാണ് പറഞ്ഞത്. ബട്ട് ഐ കനോട്ട് സ്കിപ്പ് എ സോങ് ഫ്രം യു പീപ്പിൾ. നിങ്ങൾ രണ്ടുപേരും പാട്ടുകാരെന്ന് already പാട്ട് പാടും. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ചേച്ചി നിങ്ങൾ പാടും. അതേട്ടാ ഏതാണ് യുവർ ചോയ്സ്? ഇഷ്ടമുള്ളത് പാടിക്കോ. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങ് പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഇന്നും എന്നും ഒരു പുഴയാൻ ആരാധികേ. രണ്ടാഴ്ച ഈ പടത്തിലെ പാട്ടും പാടട്ടെ. പഠിച്ചിട്ടില്ല, പഠിക്കണം. ഇതിലുള്ള സിനിമകളിൽ ഏതെങ്കിലും പാട്ടൊക്കെ ഒന്ന് പ്ലേ ബാക്ക് സിംഗിങ് ട്രൈ ചെയ്തുകൂടെ? അത് നോക്കാം, ആഗ്രഹമൊക്കെ ഉണ്ട്. വിളിച്ചാൽ പാടും. അപ്പൊ ഇത് സവിചേട്ടൻ വരെ, സവിചേട്ടൻ ചോദിക്കും ഇതിനകത്ത് എന്തുകൊണ്ട് സവിചേട്ടൻ കൊണ്ട് ഒരു പാട്ട് പാടിച്ചില്ല? അത് പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ, ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ല സൈജു എന്നും സെറ്റിൽ കേൾക്കുന്നതാണല്ലോ പാട്ട്, അതുകൊണ്ടായിരിക്കും ഒരു ചേഞ്ച്. ചുമ്മാ പ്രൊഡ്യൂസർ രണ്ടുപേരും മൂളിയേക്കാം എന്നല്ലേ? കൊള്ളാം. എനിക്ക് ആക്ച്വലി അഭിചേട്ടൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് വെക്കുന്ന ഒരു ബോണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചേട്ടനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. സിദ്ധാർത്ഥേട്ടനെ ഗുരു എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യാറുണ്ട്. വൈ സോ? Because he taught me a lot of things. Like? സിനിമ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സിനിമ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയത് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ നിദ്ര എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഞാൻ അപ്പോഴും സുഹൃത്താണ് പുള്ളി, പക്ഷെ എനിക്കങ്ങനെ സിനിമയൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിദ്ര എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അത് ഭരതൻ സാറിൻ്റെ നിദ്ര റീമേക്ക് ചെയ്തതാണ് സിദ്ധുഭായ് തന്നെയാണ് അതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ആ സിനിമ സിദ്ധുഭായിൻ്റെ വീട്ടിൽ നിന്നിട്ട് പുള്ളിയുടെ ലാപ്ടോപ്പിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. കാരണം ഞാൻ മറ്റേ നിദ്ര കണ്ടിട്ടില്ല, ഭരതൻ സാറിൻ്റെ നിദ്ര ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ സിദ്ധുഭായിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ അസിസ്റ്റൻ്റ് ആവണം എന്തൊക്കെ വന്നാലും. അപ്പോൾ പുള്ളിക്ക് കൂടെ കൂട്ടി. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സിദ്ധുഭായിയാണ് നോക്കിയത് കുറച്ചു കാലം. ഓക്കെ, ഇത് ചിദംബരം എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു പെക്യുലാരിറ്റി ചോദിച്ചാൽ എന്തായിരിക്കും ചേട്ടാ പറയുക? പെക്യുലാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ അവൻ വളരെ സ്റ്റേൺ ആണ്. അതായത് എൻ്റെ വിഷൻ വളരെ സ്റ്റേൺ, അതായത് കൺഫ്യൂഷൻസ് ഇല്ലാത്ത അല്ലേ ചില ഉണ്ടാവില്ല അയാൾക്ക് എന്താ അത് വേണോ ഇത് വേണോ അങ്ങനെയൊന്നുമില്ല. അവൻ ആ ഒരു തീരുമാനിച്ചിട്ട് ഒരു സാധനം തീരുമാനിച്ചിറങ്ങിയാൽ ചെയ്യുന്ന ലൈക്ക് എനിക്ക് അവനെ ചൈൽഡ്ഹുഡ് തൊട്ട് അറിയാം. അപ്പോൾ വി ആർ റിലേറ്റഡ് ഓൾസോ, ഈസ് മൈ കസിൻ. പണ്ടേ അങ്ങനെ അവൻ കുറച്ച് അറിവുള്ള കൂട്ടത്തില്ല. അന്നേ സിനിമ തന്നെയായിരുന്നു മൂപ്പർക്കപ്പം. കാരണം മാമൻ എൻ്റെ അച്ഛൻ സതീശൻ മാമൻ അസോസിയേറ്റ് ഡയറക്ടറാണ്, ഡയറക്ടറും ആയത്, പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അവൻ ചെറുപ്പത്തിലെ അങ്ങനത്തെ പല ഡോക്യുമെൻ്ററീസ് പരിപാടിയൊക്കെ ആയിട്ട് അവൻ ചെറുപ്പത്തിലേ പോകണം. അന്നും ഒരുപാട് പുസ്തകമൊക്കെ വായിക്കുന്ന, ഒരുപാട് സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിൽ അറിവുള്ള ഒരു പയ്യനാണ്, നമ്മളെ പോലെയല്ല. ഓക്കെ, നിങ്ങൾ കസിൻസ് ആണെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. എന്തായാലും അടിപൊളി. അപ്പം ഭരതനാട്യത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ സിനിമയെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നമുക്ക് എല്ലാവർക്കും. കാരണം നമുക്ക് ഉണ്ടാവുമല്ലോ, നമ്മളൊരു സാധനം ചെയ്തിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ.
അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതും. മറ്റ് നമ്മുടെ ഭാവി ജീവിതവും ഭൂതകാലവും അതൊക്കെ പോയിരിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുണ്ട്, നമ്മുടെ എല്ലാവർക്കും അതുപോലെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭരതനാട്യം കണ്ട് പ്രോത്സാഹിപ്പിക്കും. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ഇരുന്ന് കാണാം, എല്ലാവർക്കും ഇഷ്ടമാവും. അതില് ഫണ്ണുണ്ട്, ഇടയ്ക്ക് എവിടേക്കോ മനസ്സ് ഇത്തിരി കണ്ണ് നിറയാനുള്ള അല്ലെ മനസ്സിലൊരു വേദന തോന്നാവുന്ന സീക്വൻസസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ സിനിമയും ചിന്തിക്കാനും അങ്ങനെയൊന്നുമില്ല, ചിന്തിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇഷ്ടാവും. നമ്മൾ കണ്ട് സ്ഥിരമായി കാണുന്ന കുറെ ആൾക്കാരെ നമുക്ക് ഈ മൂവിയിൽ കാണാം, നമ്മളെ കാണാം. അങ്ങനെ ഒരു നല്ലൊരു പടമാണ്. അതെ അതെ, സൈജു ചേട്ടൻ പ്രത്യേകിച്ചും ഓർഡിനറി, അതൊരു സാധാരണക്കാരനായി വരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം സ്ക്രീനിൽ സാധാരണക്കാരനായിട്ട് വരുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഈ സിനിമയിൽ കറക്റ്റായിട്ട് അതേപോലെ കാണാൻ പറ്റും. ആൻഡ് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഇപ്പം അബ്ചേട്ടൻ അതിന് ഭയങ്കര സ്പെഷ്യലാന്ന് തോന്നുന്നു ഭരതനാട്യം. ബിക്കോസ് കുറച്ച് കാലമായി അങ്ങനത്തെ ഒരു സിനിമ നമ്മൾ ഞാൻ കണ്ടിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രിമൈസിലുള്ള ഒരു ബന്ധങ്ങളൊക്കെ പറയുന്ന, ഞാൻ പറയണത് എനിക്ക് കാണാൻ ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമ അതാണ് ഭരതനാട്യം. ഒരു ഫീൽ ഗുഡ് ഫിലിം. യെസ്. അപ്പം ഈ ഒരു ഫീൽ ഗുഡ് സിനിമ കാണാൻ പ്രേക്ഷകരെല്ലാവരും ഇൻക്ലൂഡിങ് അസ് 23-ാം തീയതി തിയേറ്ററിൽ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരും വരിക കാണാം തീർച്ചയായിട്ടും. അപ്പോൾ ഭരതനാട്യത്തിന് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്.